അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഞാൻ നിങ്ങളിലേക്ക് ഒരു കഥ പറഞ്ഞു തരാം. കഥ എന്ന് കേൾക്കുമ്പോൾ ഇത് ഒരു നിർമ്മിത കഥയല്ല, സംഭവിച്ച കഥയാണ്. ഇത് സംഭവിച്ചത് ബനു ഇസ്രായേലിലാണ്. അങ്ങനെ സംഭവിച്ചു എന്ന് പറയുന്നത് അഷ്റഫുൽ ഖൽഖ് ത്വാഹ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു അവിടുത്തെ സ്വഹീഹുൽ ബുഖാരിയിൽ അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നത് ഞാൻ കേട്ടു. ബനു ഇസ്രായേലിൽ 3 ആളുകൾ ഉണ്ടായിരുന്നു. അബ്റസ വ അഖറഅ വ അഅമ. ഒരാൾ വെള്ളപ്പാണ്ട് ഉള്ള ആൾ, ഒരാൾക്ക് കഷണ്ടിയുണ്ട്, മറ്റൊരാൾ അന്ധനാണ്. അതോടൊപ്പം ഇവർ ഫക്കീർ കൂടിയാണ്. അല്ലാഹു തആല അവരെ പരീക്ഷിക്കണമെന്ന് തീരുമാനിക്കുന്നു. അങ്ങനെ ഫബഅസ ഇലൈഹിം മലക്കൻ, ഒരു മലക്കിനെ അവരിലേക്ക് പറഞ്ഞയക്കുന്നു. അങ്ങനെ ഈ മലക്ക് മനുഷ്യരൂപത്തിൽ ഈ 3 ആളുകളുടെ അടുത്തേക്ക് വരികയാണ്. ആദ്യം വെള്ളപ്പാണ്ട് ഉള്ള ആളിൻ്റെ അടുത്തേക്ക് പോയി ചോദിച്ചു, ഫഖാല അയ്യു ഷൈഇൻ അഹബ്ബ ഇലൈക, താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്താണ്? അദ്ദേഹം പറയുന്നു, ആളുകൾ എന്നെ വല്ലാത്ത രൂപത്തിലാണ് നോക്കുന്നത്, അതുകൊണ്ട് എനിക്ക് ഇതൊന്ന് മാറിക്കിട്ടണം. ആ വന്ന മലക്ക് അദ്ദേഹത്തിൻ്റെ ശരീരത്തിൽ ഒന്ന് തടവി. ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ ആ വെള്ളപ്പാണ്ട് മാറി നല്ല രൂപം കൈവന്നു. വീണ്ടും ആ മലക്ക് ചോദിക്കുന്നു, ഫഖാല അയ്യുൽ മാലി അഹബ്ബ ഇലൈക, ഏറ്റവും ഇഷ്ടപ്പെട്ട ധനം ഏതാണ്? ഖാല അൽ ഇബിൽ, എനിക്ക് ഒട്ടകമാണ് ഇഷ്ടം. അങ്ങനെ ആ വന്ന മലക്ക് ഗർഭിണിയായ ഒരു ഒട്ടകത്ത് നൽകി. ഇതിൽ അല്ലാഹു ബർക്കത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചു. പിന്നീട് കഷണ്ടി ഉള്ള ആളുടത്തേക്ക് പോവുകയും ഇതേ ചോദ്യം ചോദിക്കുകയും ചെയ്തു. കഷണ്ടി ഉള്ള ആൾ പറഞ്ഞു, എനിക്ക് തലയിൽ നല്ല മുടി വരണം, ആളുകളുടെ വല്ലാത്ത നോട്ടം ഒഴിവാക്കാൻ വേണ്ടി എനിക്ക് നല്ല മുടി വരണം. അങ്ങനെ ഈ മലക്ക് അദ്ദേഹത്തിൻ്റെ തലയിൽ തടവി. നല്ല മുടി വന്നു. ശേഷം ചോദിച്ചു, അയ്യുൽ മാലി അഹബ്ബ ഇലൈക, ഏത് ധനമാണ് താങ്കൾക്ക് കൂടുതൽ ഇഷ്ടം? അദ്ദേഹം പറഞ്ഞു, അൽ ബഖർ, എനിക്ക് പശുവാണ് ഇഷ്ടം. അങ്ങനെ ഗർഭിണിയായ പശുവിനെ നൽകി ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്യുകയും ചെയ്തു. ശേഷം ആ മലക്ക് വഅതൽ അഅമ, അന്ധൻ്റെ അടുത്തേക്ക് പോവുകയും ഇതേ ചോദ്യം ആവർത്തിക്കുകയും ചെയ്തു. അദ്ദേഹം പറഞ്ഞു, എനിക്ക് കാഴ്ച ശക്തി തിരിച്ചു കിട്ടണം, എനിക്ക് ആളുകളെയൊക്കെ കാണണം, അതാണ് എൻ്റെ ആഗ്രഹം. ഇത് കേട്ടപ്പോൾ ആ മലക്ക് അദ്ദേഹത്തിൻ്റെ കണ്ണുകളിലേക്ക് തടവി കൊടുത്തു. അദ്ദേഹത്തിൻ്റെ കാഴ്ച ശക്തി തിരിച്ചു കിട്ടുകയും ചെയ്തു. വീണ്ടും ചോദിക്കുന്നു, നിങ്ങൾ ഇഷ്ടപ്പെട്ട ധനം ഏതാണ്? ഖാല അൽ ഗനം, എനിക്ക് ആടുകളെയാണ് കൂടുതൽ ഇഷ്ടം. അങ്ങനെ ഗർഭിണിയായ ഒരു ആടിനെ നൽകി ബർക്കത്തിന് വേണ്ടി ദുആ ചെയ്തു. ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഒട്ടകവും പശുവും ആടും ധാരാളം പ്രസവിച്ചു. എത്രത്തോളം എന്ന് വെച്ചാൽ, ഒരാൾക്ക് ഒട്ടകത്തിൻ്റെ ഒരു താഴ്വാരം തന്നെ, ഒരാൾക്ക് പശുവിൻ്റെ താഴ്വാരം, മറ്റൊരാൾക്ക് ആടിൻ്റെ ഒരു താഴ്വാരം തന്നെ അല്ലാഹു തആല കൊടുക്കുകയും ചെയ്തു. ഇനിയാണ് അല്ലാഹു തആലയിൽ നിന്നുള്ള ശരിയായ പരീക്ഷണം വരുന്നത്. പിന്നീട് മലക്ക് ഒരു വെള്ളപ്പാണ്ട് ഉള്ള ഫക്കീറായ മനുഷ്യൻ്റെ രൂപത്തിൽ ഒന്നാമൻ്റെ അടുത്തേക്ക് വരികയും അദ്ദേഹത്തിനോട് ആ മലക്ക് ചോദിക്കുന്നു, ഞാനൊരു ഫക്കീറാണ്, യാത്രകളൊക്കെയും മുടങ്ങിയിരിക്കുന്നു, നാട്ടിലെത്താൻ സൗകര്യം ഇല്ല, അതുകൊണ്ട് താങ്കൾ എനിക്ക് നാട്ടിലെത്താനുള്ള ആവശ്യത്തിന് ഒരു ഒട്ടകം തരണം. അപ്പോൾ ആ വ്യക്തി പറയുകയാണ്, ഫഖാല ലഹു ഇന്നൽ ഹുഖൂഖ കസീറൻ, എനിക്ക് ഒരുപാട് ബാധ്യതകളുണ്ട്, പ്രശ്നങ്ങളുണ്ട്, അത് തരാൻ എനിക്ക് കഴിയില്ല. അപ്പോൾ ആ വന്ന മലക്ക് പറയുന്നു, എനിക്ക് നിന്നെ അറിയാം, നീ എന്നെപ്പോലെ വെള്ളപ്പാണ്ട് ഉള്ള ആളായിരുന്നില്ലേ, ഒരു ഫക്കീറായിരുന്നില്ലേ, ഇതൊക്കെ താങ്കൾക്ക് റബ്ബ് തന്നതല്ലേ? ആ മലക്ക് പറഞ്ഞു, ഫഖാല ഇൻ കുൻത കാസിബൻ, നീ ഈ പറഞ്ഞത് കളവാണെങ്കിൽ നീ നേരത്തെ ഉണ്ടായിരുന്ന അവസ്ഥയിലേക്ക് മാറട്ടെ. അതങ്ങനെ തന്നെ സംഭവിക്കുകയും അദ്ദേഹം ആ പഴയ സ്ഥിതിയിലേക്ക് മാറുകയും ചെയ്തു. ഒരു അന്ധൻ്റെ രൂപത്തിൽ ആ മലക്ക് മൂന്നാമത് പറഞ്ഞ ആളുടെ അടുത്തേക്ക് പോവുകയാണ്.
അങ്ങനെ ആ അന്ധനായ മനുഷ്യനോട് ഇതേ കാര്യം ചോദിക്കുകയും ചെയ്തപ്പോൾ അദ്ദേഹം പറഞ്ഞു, ഖദ് കുന്തു അഅമ, ഞാൻ ഒരു അന്ധനായിരുന്നു, നിന്നെപ്പോലെ ഫഖീറുമായിരുന്നു. പക്ഷേ അല്ലാഹു തആല എനിക്ക് എല്ലാം തിരിച്ചു നൽകി, എന്നെ ഈ രൂപത്തിലാക്കി. അതുകൊണ്ട് ഫഖുസ് മാ ശിഅത, ഈ താഴ്വരയിലുള്ള ആടുകളിൽ നിന്ന് എത്ര വേണമെങ്കിലും നിനക്കെടുക്കാം. ആ വന്ന മലക്ക് അതൊന്നും എടുക്കാതെ അദ്ദേഹത്തിന് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കുകയും വീണ്ടും അദ്ദേഹത്തിൻ്റെ ബർക്കത്തിന് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തു.